നമസ്കാരം. സിംപിളിസിനുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, ഒരുപാട് നാളെന്ന് വെച്ചാൽ ഒരാഴ്ചയായും തോന്നുന്നല്ലേ. നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. ഒന്നാമത് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിനകത്ത് ഈ മഴയുടെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്ന പകുതിയും കേൾക്കുന്നുണ്ടാവില്ല. ഭയങ്കര സൗണ്ടായിരുന്നില്ലേ. അന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി മഴ കുറവുണ്ട് കേട്ടോ. ഒന്ന് തോന്നി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഴയുടെ ഈ സൗണ്ടൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ, ഇങ്ങനെ ഡബ് ചെയ്യാനാണെങ്കിൽ പോലും പറ്റുന്നില്ല. അത് മാത്രമല്ല, വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോകുന്ന സമയത്തോ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴോ എന്തെങ്കിലും കാണിച്ചു തരണമെങ്കിലോ ഒക്കെ നമ്മൾ വീഡിയോ എടുക്കണ്ടേ, അതിന് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മഴയത്ത് ഫോൺ എടുക്കാൻ പറ്റുമോ? ഫോൺ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കണം. അതൊക്കെ എടുത്ത് ഞാൻ ഡിക്കിക്കകത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോവുക. അന്നേരം നമ്മൾ അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറെ ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, പിള്ളേർ ഇവിടെ ഇല്ല കേട്ടോ. അവർ തറവാട്ടിലായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നില്ല. ട്യൂഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും മോളൊക്കെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ പിന്നെ രാത്രിയാകുമ്പം അങ്ങോട്ട് പോയിട്ട് വീട്ടിൽ കിടന്നിട്ട് പിന്നെ രാവിലെ ആകുമ്പോൾ തിരിച്ച് ഞാനും പോരും. അപ്പം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അതുമല്ല, അന്നേരം മഴയുണ്ടാവും, കോട്ടൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം തന്നെ ആകുമ്പോൾ വീഡിയോ എടുക്കാനും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ നാളായി ഇപ്പം വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം എനിക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് നമുക്ക് ആ വീഡിയോ ചെയ്യണം, ഈ വീഡിയോ ചെയ്യണം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിനൊക്കെ എല്ലാവരോടും സോറി ചോദിക്കുകയാണ് കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. ഞാൻ മാക്സിമം നന്നായിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വലിയ മഴയുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മാറുമായിരിക്കും, ഒന്ന് ഒതുങ്ങി കിട്ടുമായിരിക്കും. ചിലപ്പം അറിയില്ല കേട്ടോ, ഇനി വലിയ തുടക്കമാണോ ഈ വരുന്നതെന്ന് ആർക്കറിയാം. എങ്കിലും അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ആണെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ ഡിലേ ആയിട്ടായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ എന്തായിരുന്നു, എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം. ഒന്നാമത് മഴയാണല്ലോ. മഴയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിയാ ചേച്ചി, അങ്ങനെ ശ്രദ്ധിക്കണമല്ലേ, ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല, മഴയത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയത്ത് നമ്മൾ പോകുന്ന സമയത്ത് മറിഞ്ഞ് വീഴുമോ, പേടിക്കണോ, മഴയത്ത് ഓടിക്കാൻ സുഖമാണോ അതോ ബുദ്ധിമുട്ടാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് ഓടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ മഴയത്ത് ഭയങ്കര മഴയായിട്ട് ഇങ്ങനെ പെയ്യൂലേ, ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഒന്നാമത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഫുള്ളൊന്ന് കാണാനും, ഈ മിററിലൂടെ ആണെങ്കിലും ബാക്കും അങ്ങനെയൊക്കെ കാണാനുള്ള ബുദ്ധിമുട്ടും. പിന്നെ വെള്ളമൊക്കെ റോഡിൽ ഒരുപാട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനകത്ത് കൊണ്ടൊന്ന് ചാടിക്കരുത് കേട്ടോ. അത് ചാടിക്കാതെ നമ്മൾ വെള്ളം ഒഴിച്ച് സ്ലോ ചെയ്ത് കാലുകുത്തി പോകണമെങ്കിൽ കാലുകുത്തി പോക്കോ, അങ്ങനെ പതുക്കെ പോയിട്ട് അങ്ങ് കിടന്ന് പോയാൽ മതി. പിന്നെ സൈലൻസറിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്കറിയാലോ, വണ്ടി സ്റ്റാർട്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയി നിർത്തി, എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് മഴയത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തി, മഴയത്തെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുപാട് നേരം, ഇപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ എവിടെയെങ്കിലും കടയിൽ കയറണം, അല്ലെങ്കിൽ നമ്മളിപ്പം പെരും മഴ വന്ന് നമ്മളൊന്ന് സൈഡ് ഒതുക്കി വെച്ച് അങ്ങനെയല്ല. ഇപ്പോൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെക്കൂലേ, നമ്മളിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വണ്ടി വെക്കുന്ന പോലെ അങ്ങനെ കൊണ്ടൊന്ന് മഴയത്തൊന്നും കൊണ്ടൊന്ന് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോൾ ആ സ്വിച്ചിൻ്റെ അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമെന്നാണ് പറയുന്നത്. മഴയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പോകാനൊക്കെ പറ്റും. നല്ല രസമാണ് കേട്ടോ. മഴയത്ത് എനിക്ക് വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. പൊടിമഴയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ കോട്ടൊക്കെ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഈ ചില്ല് ഫുള്ള് ഇടുമ്പോഴത്തേക്ക് ഒരു ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നും. അപ്പം ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊക്കെയാണ്, നമുക്ക് കുറച്ചൊക്കെ ഇവിടം വരെയൊക്കെ ഒന്ന് വെക്കും. അപ്പോൾ ഇങ്ങോട്ട് കണ്ണിൽ വെള്ളം വീഴത്തുമില്ല, എന്നാൽ ജസ്റ്റ് നമുക്ക് ഇതിനകത്തൂടെ ഒന്ന് കാണുകയും ചെയ്യാം റോഡൊക്കെ. ആ ഒരു രീതിയിൽ അങ്ങനെ ഞാൻ പോകും. പിന്നെ രാത്രി പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായതാണ്. ഈച്ച കണ്ണിൽ പോയിട്ട് പെട്ടെന്ന് ഞാൻ കണ്ണിൽ ഈച്ച വീണതേ എനിക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നോ, വണ്ടി ഒതുക്കി നിർത്തിയിട്ട് കുറേ ടൈം എടുത്തു ഞാൻ ഈ ഈച്ചേനെ എടുത്ത് കളയാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, നമ്മൾ വണ്ടിയിൽ ഒരു ചെറിയ തുണിയൊക്കെ എടുത്ത് വെച്ചേക്കണം, നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ ഒന്ന് തുടയ്ക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു തുണി വെച്ചേക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഒരു തുണി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലുള്ള ഈച്ചേനൊക്കെ എടുത്ത് പതുക്കെയാണ് പോയത്. ഭയങ്കര ഈച്ച കേട്ടോ. നമുക്ക് നൈറ്റിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്, മഴയാകുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ഈച്ച വരുന്നില്ല. മഴയില്ലാത്തപ്പം ഈ ലൈറ്റിൻ്റെ അടുത്തൊക്കെ ലൈറ്റ് കണ്ടുകൊണ്ട് അവർ ഓടി വരുന്നതാണ്. അന്നേരം അത് നമ്മുടെ കണ്ണിലൊക്കെ പോകും.
അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വണ്ടി നമ്മൾ മഴയത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ടും വെള്ളം കുത്തി വീഴുന്നിടത്താണോ വെക്കുന്നത്, അത് കുറേ നേരം ഇരിക്കുന്ന ടൈമിലേ നമ്മൾ അതിനകത്തൂടെയൊക്കെ ഈ മിററിൻ്റെ മറ്റേ മീറ്ററൊക്കെ ഇല്ലേ, അവിടെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങും. പിന്നെ പുറകുവശത്താണെങ്കിൽ പെട്രോൾ ടാങ്കില്ലേ, അതൊക്കെ അടഞ്ഞിട്ടുണ്ടോ നോക്കണം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്ക് എയറൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യമൊന്നും മറന്നു പോകരുത് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെളി കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങ് വരിക. വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പ് വെച്ചിട്ട് ജസ്റ്റ് ആ വെള്ളം നമ്മൾ മഴ നനഞ്ഞാണ് വന്നതെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ ആ പൈപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടോ നന്നായിട്ട് എല്ലായിടവും ഒഴിച്ച് ഈ ചെളിയൊക്കെ തെറിച്ചിരിക്കുന്ന ഭാഗമില്ലേ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ച് വെറുതെ ഒന്ന് കഴുകി വെച്ചിരുന്നാൽ മതി. ഷാമ്പു ഇട്ടിട്ടൊന്നുമല്ല, സാധാരണ നമ്മൾ കഴുകത്തില്ല അതുപോലെ ഒന്നും കഴുകണ്ട, പക്ഷേ അല്ലാതെ വെറുതെ ഒന്ന് കഴുകിയിട്ടിരുന്നാൽ മതി കേട്ടോ. അങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക, ചെളിയൊക്കെ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ഉണങ്ങി നമ്മുടെ വണ്ടിയുടെ കളറൊക്കെ മാറാനും പെയിൻറ്റിനൊക്കെ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വേറെ രീതിയിലായി പോകും. അതിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും, പിന്നെ ചുരണ്ടി കളഞ്ഞ് അങ്ങനെ കറ പോലെ പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വണ്ടിക്ക് ആ ഒരു അഭംഗി പോലെ അതിങ്ങനെ അവിടെ ഇവിടെ എല്ലാം പാണ്ടും കുഴിയൊക്കെ പോലെ അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അന്നേരം നമ്മൾ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകിയിട്ട് എന്ത് ചെയ്യണം, ടവൽ കൊണ്ടൊന്ന് തുടച്ചിട്ട് ഒരു ടവലോ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമ്മുടെ സീറ്റ് കവർ ചെയ്ത് വെക്കുക. സീറ്റ് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പൊതിഞ്ഞ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഒരു കവറ് ഇട്ട് കൊടുക്കണം, ഫുള്ളായിട്ടുള്ള കവറ്. അതിനധികം എമൗണ്ടും കാര്യങ്ങളൊന്നും ആവില്ല, ഒരു കൂടിപ്പോയാൽ ഒരു 250 രൂപയ്ക്കുള്ളിൽ നിൽക്കും, അല്ല 200-250 കേട്ടോ, അത്രേ ആവത്തുള്ളൂ. അതിനുള്ളിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം കിട്ടും. നമ്മുടെ ബൈക്കിന് ഇടാനുള്ള കവറാ അല്ലെ സ്കൂട്ടിക്ക് ഇടാനുള്ള കവറാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കവർ തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ വണ്ടിയുടെ കവർ ഇട്ടേക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ കവറൊക്കെ ഇട്ടിട്ടുള്ള അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനത്തെ ടൈപ്പ് കവറാണെന്ന്. നമ്മുടെ ചാനലിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അന്നേരം ആ കവറൊക്കെ ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തെറിക്കാതെയും പിന്നെ ഈ പട്ടിയും പൂച്ചയൊക്കെ വന്ന് കയറി കിടക്കാതെയും, ഇങ്ങനെ അഥവാ പട്ടിയും പൂച്ചയും വന്ന് കയറി കിടന്നാൽ നമ്മുടെ സീറ്റൊന്നും വലിഞ്ഞ് കീറത്തില്ലല്ലോ, അങ്ങനെ നല്ല വൃത്തിയായിട്ട് നല്ലതായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് അതുപോലെ തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വണ്ടിയിലുള്ള പ്രശ്നങ്ങൾ പരമാവധി ഒഴിവായി കിട്ടും. പിന്നെ ഈ പൂച്ചയൊക്കെ വന്ന് ഇതിൻ്റെ സീറ്റിൻ്റെ പുറത്ത് കയറിയിട്ട് ഇവിടെ എല്ലാം കീറി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങും. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങിയിട്ട് ഈ സീറ്റിൻ്റെ ഉള്ളിൽ സ്പോഞ്ചിലെല്ലാം വെള്ളമായി, പിന്നെ ആ വെള്ളം വറ്റതില്ല കേട്ടോ, ആ വെള്ളം ഡ്രൈ ആവാതെ അങ്ങനെ ഇരിക്കും. എത്ര വെയിൽ വന്നാലും ആ വെള്ളം പോവില്ല, ആ വെള്ളം അങ്ങനെ ഉണ്ടാവും. അന്നേരം നമ്മൾ ഇരിക്കുമ്പോൾ ഡ്രസ്സെല്ലാം നനഞ്ഞ് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്, ഭയങ്കര ഇറിറ്റേഷനാണ്, പിന്നെ സീറ്റ് മാറേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരുത്താൻ നിൽക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴയത്ത് നമ്മുടെ വണ്ടീനെ സേഫാക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞാനപ്പം കുറേ നാളായി നിങ്ങളെല്ലാവരെയും കണ്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും ഇപ്പോൾ മഴയൊക്കെ കിട്ടി, വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ മാറി, ഇപ്പം വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.